സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കണമെന്നാണ് ഇന്ത്യക്ക് പാകിസ്ഥാൻ കത്തയച്ച് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എന്നാൽ അത് നടക്കില്ലെന്ന് ഇന്ത്യ മറുപടി നൽകിയിരുന്നു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചതിനു ശേഷം സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ഇന്ത്യയുടെ പക്ഷം. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് നൽകിയ മറുപടി. ഇപ്പോഴിതാ പാകിസ്ഥാന് നൽകാതെ തടഞ്ഞുവെക്കുന്ന നദീജലത്തിൽ ഇന്ത്യക്ക് മറ്റു പദ്ധതികളുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിനെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നദികളിൽ കൂടുതൽ വൈദ്യുത പദ്ധതികൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി. സിന്ധു, ഝലം, ചെനാബ് നദികളിൽ 3 പദ്ധതികളാണ് ആലോചിക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന 2 പദ്ധതികൾ വേഗത്തിലാക്കാനും നിലവിലുള്ള അണക്കെട്ടുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് ഗണ്യമായി കുറയ്ക്കുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പൂർത്തിയാകാൻ വർഷങ്ങൾ വേണ്ടിവരുന്ന കനാലുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ഇന്ത്യ തുടങ്ങിവച്ചിരിക്കുന്നത്. കരാർ പ്രകാരം പാകിസ്ഥാൻ അവകാശപ്പെട്ട നദികളാണ് ചെനാബ്, ഝലം, സിന്ധു. പുതിയ പദ്ധതികളുടെ രൂപരേഖ ജലശക്തി മന്ത്രാലയം വൈകാതെ കേന്ദ്രമന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുമെന്നാണ് വിവരം. ചെനാബ് നദിയിൽ സവാൽകോട്ട് സ്റ്റേജ് 2, കിർത്തായ്, ദുൽഹസ്തി എന്നീ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. മുൻപും പാകിസ്ഥാന്റെ ഇടപെടൽ കാരണം പൂർണ്ണ സജ്ജമാക്കാതിരുന്ന ബർസർ, ഉറി പദ്ധതികൾ നവീകരിക്കുന്നതും ആലോചനയിലുണ്ട്. ചെനാബ് നദിയിലെ രൺബീർ കനാൽ വികസിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നുവെന്നാണ് വിവരം. കനാൽ വികസിപ്പിച്ചാൽ സെക്കൻഡിൽ 150 കനമീറ്റർ വരെ വെള്ളം വരെ ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാനാകുമെന്നാണ് കണക്കാക്കുന്നത്. നിലവിൽ ഇത് 40 കനമീറ്റർ മാത്രമാണ്. 19-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ കനാലിന് 60 കിലോമീറ്ററോളം നീളമുണ്ട്. ഇതിന്റെ നീളം 120 കിലോമീറ്റർ വരെ ആക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. പൂർത്തിയായാൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് കാര്യമായി ഇത് ബാധിക്കുക. ഇവിടങ്ങളിലെ കാർഷിക മേഖല ജലക്ഷാമത്തെ തുടർന്ന് തകർച്ചയിലാകുമെന്നാണ് പാകിസ്ഥാന്റെ ആശങ്ക. ഇതിനു പുറമെ മറ്റു നദികളിൽ ജലവൈദ്യുത പദ്ധതികളും നിർമ്മിക്കും. അതിലൂടെ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കൂടുതൽ നിയന്ത്രിക്കാനാകും. 3 നദികളിൽ നിന്നുള്ള ജലം വഴിതിരിച്ചുവിട്ട് ജമ്മുകശ്മീർ അടക്കമുള്ള വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് പദ്ധതി. മാത്രമല്ല വലിയ തോതിൽ ജലം സംഭരിക്കാനുള്ള റിസർവോയറുകൾ നിർമ്മിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ജലാവശ്യകത നിറവേറ്റാൻ ആവശ്യമായ പദ്ധതി നിർദ്ദേശങ്ങൾക്കായുള്ള വിദഗ്ധ പരിശോധനകൾ ഊർജിതപ്പെടുത്തും. ചെനാബ് നദിയിലെ ഇന്ത്യയുടെ ജലവൈദ്യുത പദ്ധതികളായ ബാഹ്ലിഗർ, സലാൽ അണക്കെട്ടുകളിൽ നിന്ന് ചെളിയും ഏക്കലും നീക്കി ശേഷി കൂട്ടാനുള്ള നടപടികളിലേക്കും ഇന്ത്യ കടന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അണക്കെട്ട് തുറന്നുവിടുന്ന പ്രക്രിയ ആരംഭിച്ചു. എല്ലാ മാസവും ഇത് തുടരും. മുന്നറിയിപ്പില്ലാതെ തുറന്നുവിടുന്നത് നീരൊഴുക്ക് പെട്ടെന്ന് ഉയരാനിടയാക്കുമെന്ന ആശങ്ക പാകിസ്ഥാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യ ഏകപക്ഷീയമായ കരാർ മരവിപ്പിച്ചത് നിയമവിരുദ്ധമാണെന്ന് കാട്ടി ഇന്ത്യക്ക് കത്തയച്ചതായി പാക് വിദേശകാര്യമന്ത്രി ഇഷ്ഹാഖ് ദാർ പാകിസ്ഥാൻ സെനറ്റ് അംഗങ്ങളോട് വെളിപ്പെടുത്തി. കരാർ ഇപ്പോഴും തുടരുന്നതായാണ് പാകിസ്ഥാൻ കണക്കാക്കുന്നത് എന്നും സെനറ്റ് അംഗങ്ങളോട് വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ കരാർ വിഷയത്തിൽ പാകിസ്ഥാനുമായി തൽക്കാലം ചർച്ചയ്ക്കില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നതിൽ വിശ്വാസയോഗ്യമായ ഉറപ്പ് പാകിസ്ഥാനിൽ നിന്നുണ്ടാകും വരെ കരാർ മരവിപ്പിച്ചത് തുടരുമെന്നും ജലശക്തി മന്ത്രാലയം വ്യക്തമാക്കി. ഇക്കാര്യം കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥിനെ ജലശക്തി മന്ത്രാലയം സെക്രട്ടറി ദേബശ്രീ മുഖർജി ഔദ്യോഗികമായി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം അടക്കം സൃഷ്ടിച്ച മാറ്റത്തിനനുസരിച്ച് ഇന്ത്യയുടെ ആവശ്യം കണക്കിലെടുത്തുള്ള മാറ്റം കരാറിൽ ഉണ്ടാകണമെന്നും കാട്ടി 2023-ലും 2024-ലും ഇന്ത്യ കത്ത് നൽകിയിരുന്നുവെങ്കിലും അന്നൊന്നും പാകിസ്ഥാൻ ഗൗനിച്ചില്ല. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കരാർ മരവിപ്പിച്ചതോടെയാണ് ഇപ്പോൾ ഇന്ത്യയുമായി ചർച്ചയാവാമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയത്. ചർച്ചയാകാമെന്ന പാകിസ്ഥാന്റെ നിലപാട് മാറ്റത്തോട് ഇപ്പോൾ പ്രതികരിക്കേണ്ടെന്നാണ് വിദേശ മന്ത്രാലയത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.